ഹലോ. ഓക്കെ, എല്ലാ മക്കളും നല്ല സെറ്റായിട്ട് ഇന്ന് മാത്സ് പഠിക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ? അപ്പൊ കഴിഞ്ഞ സർക്കിൾ എന്നുള്ള ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് 5ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എൻ്റെ മക്കൾ സെറ്റാണോ, റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 5ാമത്തെ ചാപ്റ്റർ, 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പഠിച്ചു നോക്കിയാലോ? ഓക്കെ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പൊ മക്കളെ നമുക്ക് തുടങ്ങാം. 5ാമത്തെ ചാപ്റ്റർ ഭാഗങ്ങളുടെ സംഖ്യ, പാർട്ട് നമ്പർ എന്നുള്ള ചാപ്റ്ററിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? മിസ്സിന്റെ കൂടെ വരണം. എൻ്റെ മക്കളെല്ലാവരും ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് നമ്മൾ ബർത്ത്ഡേക്കൊക്കെ കേക്ക് കട്ട് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് മുറിക്കാറുണ്ട്, നമ്മൾ കഴിക്കാറുണ്ട്. അത് കട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുക? കേക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുക? അതാ ഇതേപോലെ കട്ട് ചെയ്യില്ലേ കേക്ക്? ഇതൊരു കട്ട് ചെയ്ത് വെച്ച കേക്കാണ്. അതിൽ ഒരു കഷ്ണം ആരോ ഒന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഇതാ ഒരു റെഡ് വെൽവെറ്റിൻ്റെ നല്ല അടിപൊളി കേക്ക് മിസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? സാധാരണ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുക? അതാ ഇങ്ങനെയല്ലേ കട്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള പീസസ് ആക്കാം അല്ലേ? ചെറുതാക്കാം, വലുതാക്കാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതാ മിസ് ഈക്വലി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് തന്നെ ഇതാ വേറെ ഒരു ഷേപ്പുള്ള, സാധാരണ കേക്കുകൾ പലതരം ഷേപ്പുകളുണ്ട്, എന്നാലും മിസ് ഇവിടെ എടുക്കുന്നത് നേരത്തെ നമ്മൾ റെഡ് വെൽവെറ്റിന്റെ കേക്ക് കൊണ്ടുവന്നില്ലേ, അതുപോലുള്ള ഒരു സർക്കിൾ ഷേപ്പുള്ള ഒരു കേക്ക് ഇവിടെ മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. മിസ് വരച്ചത് ഒരു കേക്കാണ് കേട്ടോ. പിന്നെ മക്കൾ എല്ലാ ആൾക്കാരും നോക്കിക്കോ, ഒരു പേപ്പറും ഒരു പെന്നും ഒക്കെ എടുത്തിട്ട് മിസ്സിന്റെ കൂടെ ഇരുന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്തു പോകാം അല്ലേ? മിസ് ഇവിടെ ഒരു സർക്കിൾ ഷേപ്പുള്ള കേക്ക് എത്ര ഭാഗങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്? 4 ഭാഗങ്ങളാക്കിയില്ലേ? ഇതാ ഇങ്ങനെ 2 വരകൾ വരച്ചിട്ട് അതിനെ 4 ഭാഗങ്ങളാക്കി. ഓക്കെ, അതിന് മുന്നേ മിസ് ഒരു കാര്യം ചെയ്യട്ടെ. നേരത്തെ വരച്ച പോലെ മിസ് വേറെ ഒരു ചെറിയൊരു കേക്ക് സൈഡിൽ അവിടെ വരയ്ക്കുന്നുണ്ട് മിസ്. അതിനെ മിസ് ആദ്യം ഇങ്ങനെ നേരെ വരച്ച് പകുതിയാക്കി. ഇത് കേക്ക് നേരെ വരച്ച് അതിനെ പകുതിയാക്കി അങ്ങ് മുറിച്ചു. പകുതിയാക്കി, ഹാഫ് ആക്കി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ, പകുതിയാക്കിയപ്പോൾ നമുക്ക് 2 കഷ്ണങ്ങൾ കിട്ടിയില്ലേ? 2 കഷ്ണങ്ങളിൽ ഒരു ഭാഗത്തിനെ നമ്മൾ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ വെച്ചിട്ട് എങ്ങനെയാ സൂചിപ്പിക്കുക? എൻ്റെ മക്കളൊന്ന് പറഞ്ഞ, എല്ലാ മക്കളൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ അതിനെ പകുതി ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? പകുതിയാക്കി, ഒരു കാര്യത്തിന് പകുതിയാക്കി, ഹാഫ് ആക്കി. ഇല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഒരു കാര്യം പറയും, അരയാക്കി അല്ലേ? അര എന്ന് പറയായിരുന്നു, അര ഭാഗമാക്കി എന്നൊക്കെ പറയും. അപ്പൊ 2 ഭാഗം കിട്ടി. 2 ഭാഗങ്ങളിൽ ഒരു ഭാഗത്തിന് നമ്മൾ എന്തു പറയും? 1/2 എന്ന് പറയായിരുന്നു. 2 ഭാഗങ്ങളിൽ ഒരു ഭാഗം 1/2 ആയിരുന്നു. നേരത്തെ മിസ് വരച്ച ഈ ഒരു പിക്ചർ നോക്കിക്കേ, ഈ ഒരു പിക്ചർ, അതിൻ്റെ അകത്ത് നമ്മൾ 4 ഭാഗങ്ങളാക്കിക്കില്ലേ? പകുതിയാക്കിയതിനെ വീണ്ടും പകുതിയാക്കി. അപ്പൊ നമുക്ക് 4 ഭാഗങ്ങൾ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കട്ടെ, 4 ഭാഗങ്ങളിൽ ഒരു ഭാഗം മിസ് എടുത്ത് കഴിച്ചു കേട്ടോ. 4 ഭാഗങ്ങളിൽ ഈ ഒരു ഭാഗം മിസ് കഴിച്ചു. അങ്ങനെയാണെങ്കിൽ മിസ് കഴിച്ച ഭാഗം എത്രയായിരിക്കും? നോക്കിക്കേ, 4 ഭാഗമാക്കിയതിൽ ഒരു ഭാഗത്തിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? 1/4 എന്ന് പറഞ്ഞാൽ പോരെ? 4 എണ്ണത്തിൽ ഒരു ഭാഗം നമ്മൾ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ വെച്ചിട്ട് 1/4 എന്ന് പറയും. അങ്ങനെയാണ് ഈ 4 കഷ്ണങ്ങളും 1/4 അല്ലേ മക്കളെ? അല്ലെ, 1/4 അല്ലേ? നോക്കിക്കേ, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ 1/4 1/4 കൂട്ടിയാൽ എത്രയായിരിക്കും? ഈ ഒരു ചെറിയ കാര്യം, ഈ 1/4 1/4 കൂട്ടിയാൽ നോക്കിക്കേ മക്കളെ, ഈ 1/4 1/4 കൂടെ ഞാൻ കൂട്ടാൻ പോവാ. അത് തന്നെയല്ലേ ഇവിടെ അരഭാഗമായിട്ട് കാണുന്നത് അല്ലെ? പകുതിയായിട്ട് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 1/4 1/4 കൂട്ടിയാൽ എത്രയായിരിക്കും? നമുക്കറിയുന്ന ഒരു കാര്യമാണ്, 2/4 ആയിരിക്കും അല്ലേ? 1/4 1/4 കൂട്ടിയാൽ 2/4 ആയിരിക്കും. ഈ 2/4 എന്ന് പറയുന്ന ഈ ഒരു ഭാഗം തന്നെയല്ലേ ഈ അര എന്ന് പറയുന്നത്, പകുതി എന്ന് പറയുന്ന 1/2 അല്ലേ? 1/2. ഇപ്പൊ മിസ് മക്കളോട് പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എന്താണ് അരഭാഗം? ഹാഫ് എന്ന് പറയുന്നത് അതിൻ്റെ 1/2 ഭാഗമായിരിക്കും. അതേപോലെ അതിൽ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ അത് 1/4 ആയിരിക്കും. ഈ ഒരു കണ്ടന്റ് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ ആണോ? ഇത്രയും എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് മിസ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മളൊക്കെ മന്തി കഴിക്കാൻ പോയിട്ടുണ്ടാവും അല്ലേ? മന്തി കഴിക്കാൻ പോകുമ്പം നമ്മൾ ഒരാൾക്കുള്ള മന്തി എങ്ങനെ ഓർഡർ ചെയ്യുക?
നമ്മൾ പറയും ഒരു ക്വാർട്ടർ മന്തിങ് പോരട്ടെ എന്നൊക്കെ പറയില്ലേ കടക്കാരനോട്. അപ്പൊ ഒരു ക്വാർട്ടർ എന്നൊക്കെ പറയുമ്പോൾ എന്താ വരിക, ഒരാൾക്ക് കഴിക്കാനുള്ള മന്തിക്കാണ് നമ്മൾ പറയുക ഒരു ക്വാർട്ടർ അല്ലേ. അതേപോലെ നമ്മൾ ഹാഫ് മന്തി എന്ന് പറയുമ്പോൾ എങ്ങനെയാ പറയുക, 2 പേർക്ക് കഴിക്കാനുള്ളത് ഹാഫ് ആയിട്ട് പറയുക. ഇത് ഒരു ഫുൾ മന്തി എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് കഴിക്കാം, 4 പേർക്ക് കഴിക്കാം അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഹാഫ് എന്നും ക്വാർട്ടർ എന്നും ഫുൾ എന്നതൊക്കെ മനസ്സിലാക്കിയാൽ മതി, ആ ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഓക്കെ ആണോ? അതുപോലെ തന്നെ മിസ് ഇവിടെ രണ്ട് ഭാഗങ്ങൾ, ഒരു സർക്കിൾ ഷേപ്പും അതേപോലെ ഒരു റെക്ടാങ്കിൾ ഷേപ്പും ഉള്ള ഒരു പീസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. നേരത്തെ പോലെ അത് പകുതി ആക്കിയിട്ടുണ്ട് മിസ്. പകുതി ആക്കിയപ്പോൾ സർക്കിൾ ഷേപ്പിന് ഒരു ഭാഗം എന്താ വരിക, ആ പകുതി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അരഭാഗം. അതേപോലെ റെക്ടാങ്കിൾ ഷേപ്പ് നോക്കിക്കേണ്ട മക്കളെ, റെക്ടാങ്കിൾ ഷേപ്പ് മിസ് അവിടെ പകുതി വെച്ച് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം എത്രയാ വരിക, അരഭാഗം, ഹാഫ് ആണ്, 1/2 ആണ്. അത് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പിക്ചറാ. ഹാഫ് എന്താണ്, നേരെ ഈക്വൽ ആയിട്ട് പകുതി ആക്കുകയാണെങ്കിലാണ് അതിന്റെ ഹാഫ് ഭാഗം എന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ നമുക്ക് ഇങ്ങനെ മാത്രമാണോ ഹാഫ് ആക്കാൻ പറ്റുമോ ഒരു റെക്ടാങ്കിളിനെ? ഇത് വേറെ ഏതൊക്കെ രീതിയിൽ റെക്ടാങ്കിളിനെ നമുക്ക് ഹാഫ് ആക്കാം, ഒന്ന് വരച്ചു നോക്കാം അല്ലെ മക്കളെ. ഇത് നോക്കിക്കേ, മിസ് ഇവിടെ വരയ്ക്കുന്നുണ്ട് ഒരു റെക്ടാങ്കിള്. ആ റെക്ടാങ്കിളിനെ നമ്മൾ നേരെ ഹാഫ് ആക്കണം. നേരത്തെ പിക്ചറിൽ നമ്മളിതാ ഇങ്ങനെയല്ലേ വരച്ചത്, അങ്ങനെ മാത്രമേ ഹാഫ് ആക്കാൻ പറ്റുള്ളൂ. ഇല്ല, കുത്തനെ വരച്ചൂടെ, ഇതേപോലെ ഹാഫ് ആക്കിക്കൂടെ? അങ്ങനെയോ അത് തുല്യമായിട്ട് മാറിയില്ലേ, 1/2 ആയില്ലേ. അതുപോലെ അല്ലാണ്ട് തന്നെ ഇതേ നോക്കിക്കേ, ഒരു റെക്ടാങ്കിൾ മിസ് വരച്ചതാ ഇങ്ങനെ ഹാഫ് ആക്കിക്കൂടെ, എനിക്കിതാ ഇങ്ങനെ ഹാഫ് ആക്കിക്കൂടെ. അപ്പൊ 2 ട്രയാങ്കിൾ കിട്ടിയെങ്കിലും ആ ഒരു റെക്ടാങ്കിൾ ഈക്വൽ ആയി ഞാൻ ഡിവൈഡ് ചെയ്തു അല്ലേ, പകുതി ആക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് ഹാഫ് ആണ്, 1/2 ആണ് എന്നെ മക്കളെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഇതേ മിസ് അടുത്ത ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു സർക്കിൾ ഷേപ്പുള്ള ഒരു കേക്ക് ആണെന്ന് കരുതിക്കുക. ഒരു കേക്കിനെ മിസ് 3 ഭാഗങ്ങളാക്കി. ഒരു കേക്കിനെ ഞാൻ 3 ഭാഗങ്ങളാക്കി. മിസ്സിന്റെ ചോദ്യം എത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു ഭാഗത്തിന് നമ്മൾ എങ്ങനെയാ പറയാ, 3 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം എങ്ങനെ പറയും? നേരത്തെ പറഞ്ഞ പോലെ 1/3 എന്ന് പറയില്ലേ, 1/3 എന്ന് പറയും. മിസ് ഇവിടെ എഴുതുന്നുണ്ട്, ഒരു ഭാഗം 1/3 ആയിരിക്കും. അടുത്ത ഭാഗവും 1/3 തന്നെ ആയിരിക്കില്ലേ. 3 ഭാഗങ്ങളും 1/3 ഈക്വൽ ആയിട്ട് 3 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മിസ് പറയാൻ പോവാ, ഇതിൽ മേലുള്ള 2 ഭാഗം ഈ ഭാഗം മിസ് കഴിച്ചു, ഈ അടുത്ത ഭാഗം മിസ്സിന്റെ ഏട്ടൻ കഴിച്ചു, താഴെയുള്ള ഭാഗം മിസ്സിന്റെ അമ്മയും കഴിച്ചു. ഓക്കെ ആണല്ലോ? എന്റെ ചോദ്യത്തിൽ മക്കള് വേഗം ഉത്തരം പറയണം. മിസ് പറയുന്നതിന് മുന്നേ ഉത്തരം കിട്ടുകയാണെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ വന്ന് പറയണം. മിസ് പറയുന്നതിന് മുന്നേ ഞാനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം മക്കൾ പറയണം. ഞാൻ നോക്കും എത്ര പേർക്ക് ഞാൻ പറയുന്നതിന് മുന്നേ ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. നോക്കിക്കേ, ഞാനും എന്റെ ഏട്ടനും കൂടെ ഒരുമിച്ച് കഴിച്ച കേക്കിന്റെ അളവ് എത്രയായിരിക്കും? ഇതാണ് മിസ്സിന്റെ ചോദ്യം. മിസ്സും മിസ്സിന്റെ ഏട്ടനും കൂടെ ഒരുമിച്ച് കഴിച്ചു. 1/3 ഭാഗവും 1/3 ഭാഗവും കൂടെ ഒരുമിച്ച് കഴിച്ചാൽ എത്രയായിരിക്കും വരിക? അതിന് മക്കൾ പറയുന്നുണ്ട് 2/3 ആയിരിക്കും വരിക അല്ലെ. 2/3 ആയിരിക്കും വരിക. 1/3 1/3 കൂടെ ഒരുമിച്ച് കഴിച്ചാൽ എത്ര വരും? 2/3 ആയിരിക്കും വരിക. ഈസിയാ, വളരെ സിമ്പിളാ. ഇത്രയേ ഉള്ളൂ. 1/3 1/3 കൂട്ടിയപ്പോ എന്റെ മക്കൾക്ക് 2/3 എന്ന് കിട്ടിയത് അല്ലേ. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതേപോലെ മിസ് വേറൊരു കാര്യം കാണിക്കട്ടെ. നേരത്തെ ചെയ്ത പോലെ ഒരു കേക്കിനെ ഞാൻ ഇവിടെ ഒരുപാട് പീസാക്കി. ഒരുപാട് പീസാക്കിയിട്ടുണ്ട് അല്ലെ. കുഞ്ഞായിട്ട് ഒരുപാട് പീസാക്കി. നമ്മളൊന്ന് എണ്ണി നോക്കാം എത്ര പീസാക്കിയത്. 1 2 3 4 5 6 7 8 9 10 11 12 പീസാക്കി. മിസ് 12 പീസാക്കിയിട്ടുണ്ട്. ആ 12 പീസിൽ ഞാൻ ചോദിക്കട്ടെ, മിസ് ഒരു ഭാഗം മാത്രം കഴിച്ചു. 12 പീസിൽ ഒരു ഭാഗം മാത്രം കഴിച്ചു എന്ന് പറഞ്ഞാൽ എത്ര ഭാഗമായിരിക്കും മിസ് കഴിച്ചിട്ടുണ്ടാവുക? 1/12 ഭാഗം കഴിച്ചു. അതേപോലെ മിസ് 2 ഭാഗം കഴിച്ചു. അങ്ങനെയാണെങ്കിലോ എത്ര ഭാഗമായിരിക്കും? 2/12 ഭാഗമായിരിക്കും മിസ് കഴിച്ചിട്ടുണ്ടാവുന്നത്. ഇത്രയല്ലേ. അതുപോലെയാണെങ്കിൽ അടുത്ത ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. എൻ്റെ മക്കൾ വേഗം ആൻസർ ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ആദ്യത്തെ ചിത്രം നോക്കിക്കേ. ആദ്യത്തെ ചിത്രത്തില് നോക്കിക്കേ, 12 ഭാഗത്തിൽ മിസ് കഴിച്ച ഭാഗം അവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു നിറം കൊടുത്തിട്ടുണ്ട്. 1 2 3 ഭാഗം മിസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാ വരിക? 12ൽ 3 എണ്ണം കഴിച്ചു. 3/12 ഭാഗം എന്ന് പറയാം. അടുത്ത നോക്കിക്കേ, 1 2 12ൽ 2 എണ്ണം മിസ് കഴിച്ചത്. അപ്പൊ എന്താ വരിക? 2/12 ഭാഗം കഴിച്ചു. അത്രേ ഉള്ളൂ, സിമ്പിളാ. അതേപോലെ 1 2 3 4 എണ്ണം മിസ് കഴിച്ചിട്ടുണ്ട്. 12 എണ്ണത്തിൽ 4 എണ്ണം എന്ന് പറഞ്ഞാൽ 4/12 ഭാഗം കഴിച്ചു. ഓക്കെ ആണോ? അടുത്ത വേഗം എണ്ണി നോക്കാം.
1 2 3 4 5 6 എണ്ണം കഴിച്ചിട്ടുണ്ടേ മിസ്. അപ്പം 6/12 എന്ന് വരും. അടുത്തത് എണ്ണി നോക്കിക്കേ, കുറെ കഴിച്ചിട്ടുണ്ടല്ലേ മിസ്. 1 2 3 4 5 6 7 8 9 എണ്ണം കഴിച്ചിട്ടുണ്ട് 12 എണ്ണത്തില്. അപ്പം 9/12 എന്ന് വരില്ലേ? അടുത്തത് നോക്കിക്കേ, 1 2 3 4 5 6 7 8 പീസ് കഴിച്ചു. 12 എണ്ണത്തിൽ 8 എണ്ണം എന്ന് പറഞ്ഞാൽ 8/12 അല്ലേ മക്കളെ? ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ഭാഗങ്ങൾ എഴുതി കൊടുത്താൽ മതി. നമ്മൾ എങ്ങനെയാണ് ഭാഗങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. എത്ര പാർട്ടാക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഇത് നോക്കിക്കേ മക്കളെ, മിസ്സിന്റെ കയ്യിൽ 2 കേക്കുകളുണ്ട് നേരത്തെ പോലെ. അതിന് ഞാൻ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹാഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ പകുതി പകുതി ആയില്ലേ? ഇതാ ഇവിടെ 1/2 1/2, ഇവിടെയും 1/2 1/2 എന്ന് വന്നിട്ടുണ്ട്, 1/2. ഓക്കെ ആണെങ്കിൽ മിസ്സിന്റെ ചോദ്യം എത്രയാണ്? ഇവിടെ ബ്ലൂ കളറിൽ കൊടുത്ത ഭാഗങ്ങൾ 2 എണ്ണം കൂടെ കൂട്ടിയാൽ എത്രയായിരിക്കും എന്നാണ് മിസ്സിന്റെ ചോദ്യം. അവിടെ ബ്ലൂ കളറിൽ കൊടുത്ത ഭാഗം നോക്കിക്കേതാ, ഈ 2 ഭാഗങ്ങളല്ലേ ബ്ലൂ കളറിൽ കൊടുത്തത്. അതൊരു പകുതിയാ, ഹാഫും കൂടെ കൂട്ടിയാൽ എത്രയാ വരിക? എത്രയായിരിക്കും വരിക? 1 വരിക അല്ലെ? പകുതിയും കൂട്ടിയാൽ എത്രയാ വരിക? 1 അല്ലേ വരിക? അത് അത്രയേ ഉള്ളൂ മിസ്സിന്റെ ചോദ്യം. ഹാഫും കൂടെ കൂട്ടിയാൽ എത്ര വരുന്നേ മിസ് ചോദിച്ചുള്ളൂ. എത്രയാ വരിക? 1 വരിക അല്ലേ? പകുതി കേക്കും കൂടെ കൂട്ടി വെക്കുമ്പോ അല്ലേ നമുക്ക് ഒരു കേക്ക് കിട്ടുന്നത്. അത്രയും മിസ് ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. മിസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് 4 ഭാഗമാക്കി ഒരു കേക്ക് അല്ലേ? ഒരു കേക്കിന് മിസ് 4 ഭാഗമാക്കി, അങ്ങനെ 2 കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ നോക്കിക്കേ, അതിലിതാ ഇവിടെ ഒരു ഭാഗമുണ്ട് കളർ ചെയ്ത, രണ്ടാമത്തെ വേറൊരു ഭാഗമുണ്ട്. എൻ്റെ ചോദ്യം നേരത്തെ പോലെ തന്നെ ഈ കളർ ചെയ്ത 2 ഭാഗങ്ങൾ കൂടെ കൂട്ടിയാൽ എത്ര വരുന്ന എൻ്റെ മക്കളൊന്ന് പറഞ്ഞു നോക്കിക്കേ. അതിൽ ഒരു ഭാഗം എത്രയായിരിക്കും? ഒരു കേക്കിന് 4 ഭാഗം ആക്കിയതിൽ ഒരു ഭാഗത്തെ കളർ കൊടുത്തിട്ടുള്ളൂ. 4 ഭാഗം ആക്കിയതിൽ ഒരു ഭാഗത്തെ കളർ കൊടുത്താല് ആ കളർ കൊടുത്ത ഭാഗം എത്രയായിരിക്കും? 1/4 ആയിരിക്കും. നേരത്തെ നമ്മൾ പഠിച്ചതാ, 1/4 ഭാഗമായിരിക്കും. ക്വാർട്ടർ എന്നൊക്കെ പഠിച്ചിരുന്നു. അങ്ങനെയാണ് രണ്ടാമത്തെ കേക്കിൽ 1/4. മിസ് ചോദിക്കട്ടെ, ഈ 1/4 കൂട്ടിയാൽ എത്രയായിരുന്നു? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/4 കൂട്ടിയാൽ കാലും കൂടെ കൂട്ടിയാൽ എത്രയാ വരിക? അരയാ വരിക. പകുതിയാണ് വരിക. 1/4 കൂടെ കൂട്ടിയപ്പം എനിക്ക് 1/2 പകുതി കിട്ടി, അര കിട്ടി. അരഭാഗം, ഹാഫ് ഭാഗം കിട്ടി. ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ 2 ഭാഗങ്ങൾ കൂട്ടാൻ പഠിച്ചു അല്ലേ? ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് കൂട്ടാൻ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ മിസ് അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. അടുത്തൊരു ചോദ്യം ഇവിടെ നേരത്തെ പോലെ തന്നെ കളർ കൊടുത്ത കുറച്ച് ഭാഗം കാണുന്നില്ലേ? ഒരു കേക്കിൽ ഇവിടെ 1/4 ഭാഗത്തുണ്ട്, 1/4 ഭാഗത്തുണ്ട്, 1/4 ഭാഗത്തുണ്ട്. നേരത്തെ പോലെ തന്നെ 4 ഭാഗമാക്കിയതിൽ 3 ഭാഗങ്ങളിൽ കളർ കൊടുത്തിട്ടുണ്ട്. 3/4 ഭാഗത്ത് ഞാൻ കളർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കേക്കില് 2 ഭാഗങ്ങളിൽ അര ഭാഗത്തെ കളർ കൊടുത്തിട്ടുള്ളൂ. 1/4 ഉള്ളിടത്ത് മാത്രമേ മിസ് കളർ കൊടുത്തുള്ളൂ. ഇതിന്റെ ഉത്തരം മിസ് ഇവിടെ പറയുന്നില്ല. ഞാനിവിടെ പറയുന്നില്ല. എൻ്റെ മക്കള് വേഗം ഓടിപ്പോയിട്ട് കമന്റ് ബോക്സിൽ ഇതിന്റെ ഉത്തരം ഒന്നിട്ടെ. മിസ് നോക്കട്ടെ ആദ്യം ആരാണ് ഇതിന്റെ ഉത്തരം പറയുന്നതെന്നൊന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്നിട്ട് പറഞ്ഞാൽ പോരെ. അപ്പൊ ഇതുമായിട്ട് ഈ ചാപ്റ്ററുമായിട്ട് ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരും. അതിന് കൂടെ ഇതിൻ്റെ ഉത്തരവും കൂടെ വേണം. ആരാണ് കമൻറ്റ് ബോക്സിൽ ആദ്യം ഇതിൻ്റെ ഉത്തരം ഇട്ടതെന്നൊക്കെ മിസ് നോക്കിയിട്ടേ വരുള്ളൂ അടുത്ത ക്ലാസ്സിൽ. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഇത്ര ഭാഗവും നല്ല സെറ്റായിട്ട് പഠിച്ചിട്ട് വരണം. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.